അൾട്രാസോണിക് ഫ്ലോ ഡിറ്റക്ടറിൻ്റെ അഥവാ അൾട്രാസോണിക് മെഷീൻ്റെ കാലിബ്രേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു എക്യുപ്മെൻ്റ് ആണെങ്കിലും ഏതൊരു മെഷറിംഗ് ഡിവൈസ് ആണെങ്കിലും അതിന് കാലിബ്രേഷൻ ആവശ്യമാണ്. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ് കൃത്യമായിട്ട് കാലിബ്രേറ്റഡ് ആണോ, നമ്മുടെ സ്റ്റാൻഡേർഡ് സ്പെസിമെനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ റീഡിങ്സ് കൃത്യമായിട്ടാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അൾട്രാസോണിക് ഫ്ലോ ഡിറ്റക്ടർ അഥവാ UT മെഷീൻ്റെ ഇതാണ് നമ്മുടെ അൾട്രാസോണിക് ഫ്ലോ ഡിറ്റക്ടർ അഥവാ UT മെഷീനിൻ്റെ അതിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത് നോർമൽ പ്രോബ് ആണെങ്കിലും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റർ റിസീവർ പ്രോബ് അതായത് TR പ്രോബ് ആണെങ്കിലും നമ്മളത് ചെയ്യുന്നത് V1 ബ്ലോക്കിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആംഗിൾ പ്രോബ് അതായത് വെൽഡ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആംഗിൾ പ്രോബിൻ്റെ ഒക്കെ കാലിബ്രേഷൻ ചെയ്യുന്നത് അത് V2 ബ്ലോക്കിലായിരിക്കും. V2 ബ്ലോക്ക് ഇതുപോലെ ചെറിയൊരു മെറ്റൽ പീസ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇരിക്കും V2 ബ്ലോക്ക്. അതുപോലെ V1 ബ്ലോക്ക് ഇങ്ങനെയാണ്, ഈ ഇത്രത്തോളം വലിപ്പം ഉണ്ടാവും. നമ്മൾ നോർമൽ പ്രോബ് എവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ TR പ്രോബ് എവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ V1 ബ്ലോക്ക് നമുക്ക് കൊണ്ടുപോയി ആ സൈറ്റിലാണെങ്കിൽ ആ സൈറ്റിൽ കൊണ്ടുപോയി നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻസ് കൃത്യമായിട്ട് നമ്മുടെ മെഷീൻ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ V1 ബ്ലോക്കിൻ്റെയും V2 ബ്ലോക്കിൻ്റെയും ഡയമെൻഷൻസ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് V1 ബ്ലോക്കിൻ്റെ ഡയമെൻഷൻസ് പറയുവാണെങ്കിൽ V1 ബ്ലോക്കിൻ്റെ ഈ ഹൈറ്റ് 100 mm ആണ്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ പോർഷൻ ഉള്ള ഭാഗത്തേക്കുള്ള ഈ ഒരു ഹൈറ്റ് 91 mm ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു അണ്ടർകട്ട് ഉണ്ട്. ഈ അണ്ടർകട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 85 mm ആണ്. പിന്നെ അതുപോലെ ഇതിന്റെ തിക്നെസ് 25 mm ആണ്. അങ്ങനെയുള്ള ഡയമെൻഷൻസ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആംഗിൾ പ്രോബ് എടുക്കുകയാണെങ്കിൽ ആംഗിൾ പ്രോബ് കാലിബ്രേറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് ഇവിടെ ഒരു സെന്ററിൽ ഒരു 10 റീഡിങ്സ് കാണാം. അതിന്റെ സെന്റർ പോർഷനിൽ നിന്ന് ഈ കർവേച്ചർ വരെ വരെയുള്ളത് ഉള്ള അളവ് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു സെൻട്രൽ പോർഷനിൽ നിന്ന് ഈ കർവേച്ചർ വരെയുള്ള അളവ് എന്ന് പറയുന്നത് 50 mm ആണ്. അതുപോലെ തന്നെ ഇതേ സെൻറ്ററിൽ നിന്ന് ഇവിടുത്തെ ഈ കർവേച്ചർ വരെ 25 mm ആണ്. ഇനി നമുക്ക് പ്രോബുകൾ പരിചയപ്പെടാം. ഇതാണ് TR പ്രോബ്, ട്രാൻസ്മിറ്റർ റിസീവർ പ്രോബ്. TR പ്രോബിന് 2 കണക്ഷൻ കേബിളുകൾ ഉണ്ടാവും, അതുപോലെ കണക്ഷൻ പോർട്ടുകൾ ഉണ്ടാവും. നമ്മുടെ UT മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്ന 2 കേബിളുകൾ വഴിയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്, അത് ട്രാൻസ്മിറ്ററും റിസീവറുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഉണ്ടാവും. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന കേബിൾസ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നോർമൽ പ്രോബ് ഉണ്ട്. സാധാരണ നമ്മുടെ തിക്നെസ് മെഷർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ പ്രോബ് ഉണ്ട്. നോർമൽ പ്രോബിന് ഇവിടെ കണക്ഷൻ കേബിളായിട്ട് ഒരു കേബിളേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ താഴത്തെ ട്രാൻസ്മിറ്ററും റിസീവറുമായിട്ട് യൂസ് ചെയ്യുന്ന ഒരൊറ്റ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലേ ഉണ്ടാവുള്ളൂ. അതാണ് TR പ്രോബും നോർമൽ പ്രോബും സാധാരണ തിക്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ പോർട്ടുകൾ മാത്രമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ചെറിയ തിക്നെസ് ഒക്കെ മെഷർ ചെയ്യാൻ കുറച്ചുകൂടെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന TR പ്രോബ് ആയിരിക്കും. വർക്കിംഗ് എല്ലാം രണ്ടിനും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. കാലിബ്രേറ്റ് ചെയ്യുന്നത് ഒരുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് നോർമൽ പ്രോബിന്റെ കാലിബ്രേഷൻ ആദ്യം ചെയ്യാം, അതിനുശേഷം നമുക്ക് ആംഗിൾ പ്രോബിന്റെ കാലിബ്രേഷൻ ചെയ്യാം. ഇതാണ് നമ്മൾ മെഷീനിൽ നിന്ന് നമ്മുടെ പ്രോബിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിള്. പലതരം കേബിൾസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ലെമോ 2 മിനി ലെമോ കേബിളാണ്. നമ്മുടെ മെഷീനിൽ ലെമോ പോർഷൻ ആണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോബിൽ മിനി ലെമോ പോർഷൻ ആണുള്ളത്. അപ്പം മിനി ലെമോ പോർഷൻ പ്രോബിൽ കണക്ട് ചെയ്യുന്നു, ലെമോ പോർഷൻ നമ്മൾ മെഷീനിൽ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മെഷീൻ ഓൺ ചെയ്യുന്നു. മെഷീൻ ഓൺ ചെയ്യാൻ നമുക്കിവിടെ ഒരു പവർ ബട്ടൺ, ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മെഷീൻ ഓണായി വന്നതിന് ശേഷം മെഷീനിലെ എല്ലാ മെനൂസും നമ്മൾ ചെക്ക് ചെയ്യും. ഫസ്റ്റ് മെനു തൊട്ട് 9 മെനൂസാണ് മോഡോസോണിക്കിന്റെ ഐൻസ്റ്റീൻ 2 എന്ന് പറയുന്ന ഈ പേരിലുള്ള ഈ മെഷീനിലുള്ളത് 9 മെനൂസാണ്. ഈ 9 മെനൂസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റ നമ്മുടെ ചെക്ക് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിന്റെ ഡേറ്റ ആയിരിക്കും. ഏത് മെറ്റീരിയലാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്, ആ മെറ്റീരിയലിന്റെ സ്പീഡ്, ആ മെറ്റീരിയലിൽ
സൗണ്ട് വേവിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് എത്രയായിരിക്കും, ആംഗിൾ പ്രോബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബ്, ആ പ്രോബിൽ എത്ര കേബിൾ കണക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡേറ്റാസ് ആയിരിക്കും നമ്മൾ ഈ മെഷീനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെനുവിൽ തന്നെ നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിലുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് നോർമൽ വെലോസിറ്റി ആണെങ്കിൽ നോർമൽ ടി ആർ പ്രോബോ നോർമൽ പ്രോബോ ഒക്കെ ആണെങ്കിൽ നോർമൽ വെലോസിറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അത് 5920 ആണ് സ്റ്റീലിന്. അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിലവിൽ ഞാൻ ആ മെനുവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ റേഞ്ച് എത്രയാണ്, എത്ര തിക്നെസ് വരെ ഈ മെഷീൻ ചെക്ക് ചെയ്യണം. അപ്പോൾ റേഞ്ചിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ റേഞ്ച് 100 mm ഇടുന്നു. ഈ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്ന V1 ബ്ലോക്ക് ആണ്. V1 ബ്ലോക്ക് ആണ് നോർമൽ പ്രോബ് അല്ലെങ്കിൽ TR പ്രോബ് ഒക്കെ, നോർമൽ പ്രോബും TR പ്രോബും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അതൊക്കെ വെച്ച് നമ്മുടെ മെഷീൻ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന V1 ബ്ലോക്കാണ്. V1 ബ്ലോക്കിന്റെ മാക്സിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് 100 mm ആണ്. അപ്പോൾ 100 mm എങ്കിലും നമുക്ക് മിനിമം ഇതിലെ റേഞ്ച് സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ റേഞ്ച് 100 സെറ്റ് ചെയ്യുന്നു. അതിന് ശേഷം വെലോസിറ്റി, ഈ മെറ്റീരിയലിൽ നമ്മുടെ സൗണ്ട് വേവിനുള്ള വെലോസിറ്റി, ആ വെലോസിറ്റി നമ്മൾ 5920 ഇടുന്നു. 5920 ആണ് നമ്മുടെ സൗണ്ട് വേവിന്റെ വെലോസിറ്റി ഇൻ സ്റ്റീൽ. പല മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ നോർമൽ വെലോസിറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡിലേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിലേ നമുക്ക് എവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണെന്ന് കൊടുക്കാനാണ്. അതിനുശേഷം ഉള്ള റേഞ്ച് ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഡിലേ ഞാൻ 0 തന്നെ ഇടുന്നു. അതിനുശേഷം ഗെയിൻ എല്ലാ മെനുവിലും കോമൺ ആണ്. നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. സെക്കൻഡ് മെനു ഗേറ്റ് കാര്യങ്ങൾ, അത് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്താണ് ഗേറ്റ് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. നമുക്കൊരു കെയർവ് കിട്ടുമ്പോൾ ആ കെയർവിൻ്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ മെനു ഉപയോഗിക്കുന്നത്. തേർഡ് മെനു ഗേറ്റ് 2. പിന്നെ നമുക്ക് ആവശ്യമുള്ള മെനു എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് മെനുവിൽ എത്ര കേബിൾസ് കണക്ട് ചെയ്യുന്നു എന്നുള്ള മോഡ്, അത് ഞാൻ നോർമൽ പ്രോബാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ സിംഗിൾ മോഡ് ഇടുന്നു. പിന്നെ ആംഗിൾ 0 ഇടുന്നു. ആംഗിൾ 0 ഞാൻ ഇടുന്നു. പിന്നെ മെഷർ ഓൺ ആക്കുന്നു. മെഷർ ഓൺ ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ മെറ്റീരിയലിൻ്റെ ഡേറ്റാസ് നമ്മുടെ മെഷീനിൽ എഴുതി കാണിക്കുകയുള്ളൂ. നമ്മൾ ഗേറ്റ് കൊണ്ടുവന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഡേറ്റാസ് നമ്മുടെ മെഷീനിൽ എഴുതി കാണിക്കുകയുള്ളൂ. ഹഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ മെഷർ എഴുതി കാണിക്കുന്ന കാര്യങ്ങളെല്ലാം മുകളിലും കൂടെ നമുക്ക് വലുപ്പത്തിൽ എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി 5920. ഓക്കെ, നമ്മുടെ മെഷീനിലെ ഡേറ്റാസ് എല്ലാം എൻ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയൽ, അതായത് V1 ബ്ലോക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം V1 ബ്ലോക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മിനി ലെമോ പോർഷൻ ഞാൻ പ്രോബിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലെമോ പോർഷൻ ഞാൻ മെഷീനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ V1 ബ്ലോക്ക്. V1 ബ്ലോക്കിൻ്റെ എല്ലാ ഡയമെൻഷൻസും നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് 100 അല്ലെങ്കിൽ 91, നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഫസ്റ്റ് 91 ചെക്ക് ചെയ്യുകയാണ്. കപ്ലൻ്റ് ആയിട്ട് ഓയിലോ ഗ്രീസോ നമ്മൾ ഒഴിച്ചു കൊടുക്കും. എയർ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഞാൻ 91 ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ, ഞാൻ 91-ൽ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ൽ വെക്കുന്ന സമയത്ത് എനിക്ക് ലാസ്റ്റ് പോർഷനിലൊരു എക്കോ കിട്ടുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ എനിക്കൊരു എക്കോ കിട്ടുന്നുണ്ട്. അതായത് 100-ന് അടുത്തൊരു എക്കോ കിട്ടുന്നുണ്ട്. എനിക്ക് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയണം. അപ്പം അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ സെക്കൻഡ് മെനുവിൽ പോയി ഗേറ്റ് ഓൺ ചെയ്ത് സ്റ്റാർട്ട്, വലുപ്പം കൂടുതലാണ്, ഇച്ചിരി വലുപ്പം കുറച്ചിട്ടുമാണ്.
സ്റ്റാർട്ടറിൽ നാവിഗേറ്റ് ചെയ്ത് ഓക്കെ ലെവൽ അപ്പ് ചെയ്ത് ഈ കർവിൻ്റെ മാക്സിമം പീക്കിൽ ഞാൻ കൊണ്ടുവന്ന് മുട്ടിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ സെൻറ്റ് പാത്തും ഡെപ്തിൻ്റെയും വാല്യൂ മാത്രമാണ് കിട്ടുന്നത്. നോർമൽ പ്രോബിൽ സെൻറ്റ് പാത്തും ഡെപ്തും ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ സെൻറ്റ് പാത്തും ഡെപ്തും ഒന്നായിരിക്കും. കാണിക്കുന്നത് 99.6 ആണ്. പക്ഷെ നമ്മുടെ മെഷീനിൽ ഈ ഒരു പോർഷൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 91 ആണ്. അപ്പോൾ നമ്മുടെ മെഷീൻ ശരിയല്ല, തെറ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെനുവിൽ പോയി സീറോ കറക്റ്റ് ചെയ്യുന്നു. നമ്മുടെ സീറോ കറക്ഷൻ ചെയ്യുന്നു. സീറോ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ വാല്യൂസ് 97 എത്തി, 96 എത്തി, 95 എത്തി, 93 എത്തി, 92 എത്തി, 91.2 or 1.2 or 90.8 രണ്ട് നമുക്ക് ഓക്കെ ആയ വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ മെഷീൻ നമുക്ക് കറക്റ്റ് കാലിബ്രേറ്റഡ് ആയി എന്ന് പറയാം. എങ്കിലും ഒരു വാല്യൂ കറക്റ്റായി എന്ന് പറഞ്ഞ് നമുക്ക് മെഷീൻ പ്രോപ്പറായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ഡയമെൻഷനൂടെ ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിപ്പമുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് 100 mm ആണ്. ഞാൻ 100 mm കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. 100 mm അവിടെ കപ്ലൻ്റ് ഒഴിച്ചു. അതിനുശേഷം ഞാൻ പ്രോബ് അവിടെ വയ്ക്കുന്നു. പ്രോബ് അവിടെ വെച്ച സമയത്ത് എനിക്ക് ഇവിടെ ഒരു എക്സ്ട്രാ കേർവ് കിട്ടി. ഈ കേർവിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ട്. അത് ഗെയിൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ് കിട്ടും. ഒരു 80% അളവിലേക്ക് വയ്ക്കുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന എൻ്റെ ഗേറ്റ് ഓൾറെഡി അത് ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കിവിടെ റീഡിങ്സ് കാണാൻ പറ്റും. എനിക്കിവിടെ കിട്ടുന്ന റീഡിങ്സ് 100 മാക്സിമം ടോപ്പിൽ മുട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 100 കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും എൻ്റെ മെഷീൻ കാലിബ്രേറ്റഡ് ആണ്. എനിക്ക് ഇത് വെച്ച് നമുക്ക് സൈറ്റിൽ പോയി ഒരു തിക്നെസ് മെഷർ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. മറ്റൊരു മെറ്റീരിയൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഡയമെൻഷൻ 85 ആണ്. ഇത് കൂടി കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്വല്പം കൂടി ഗേറ്റിനെ അപ്പ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ മുകളിൽ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിരിക്കും നമുക്ക് കൃത്യമായ വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് ഗേറ്റിനെ ഞാൻ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്ന് മുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ടോപ്പിൽ കൊണ്ടുവന്ന് മുട്ടിച്ച സമയത്ത്
എനിക്ക് 85 പോയിന്റ് സംതിങ് കിട്ടി. അപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു കറക്ഷൻ മാത്രമാണ് അതിൻ്റെ അത് വന്നിരിക്കുന്നത്. 85 നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട്, ഒരു ചെറിയൊരു അലവൻസ് മാത്രം. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് 3 കേർവ്സ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കേർവ് 85 ആയിരിക്കും. ഞാനത് ലെവൽ താത്തി കാണിച്ചു തരാം. ഫസ്റ്റത്തെ 85 ആയിരിക്കും. 85.2 കറക്റ്റാണ്. 85.2 കറക്റ്റാണ്. സെക്കൻഡ് കേർവ് 91.2 കൃത്യമായിട്ടും 91.2. ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ വാല്യൂ 91.2. നെക്സ്റ്റ് വൺ ഈസ് 100. ഈ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേവ് ഫോം കുറച്ച് വൈഡനായിട്ട് ഇങ്ങനെ താഴേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ പോർഷൻ്റെ ഡയമെൻഷൻ കിട്ടും, ഇതിൻ്റെ സെൻറ്റർ ഡയമെൻഷൻ കിട്ടും, ഈ ഭാഗത്തെ ഡയമെൻഷൻ കിട്ടും. ആ 3 റീഡിങ്സ് ആണ് നമുക്കിപ്പം കാണാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് മൂന്നായിട്ട് റിസോൾവ് ചെയ്യാൻ ഈ വേവിനെ ഈ 3 കാണുന്ന 3 ഡയമെൻഷൻസും സെപ്പറേറ്റ് ആയിട്ട് റിസോൾവ് ചെയ്ത് കാണിക്കാൻ നമ്മുടെ മെഷീന് സാധിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ മറ്റൊന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് മിനിമയിൽ പോകുന്നു. നമ്മൾ ഗേറ്റ് അങ്ങേ അറ്റത്താണ് കിടക്കുന്നത്. ഒരു ചെറിയ വര കാണാം നമുക്കിവിടെ, ഗേറ്റ് ചെറിയൊരു വര. അപ്പം നമ്മൾ ഗേറ്റിനെ അവിടെ നിന്ന് ഇങ്ങേ അറ്റത്തേക്ക് കൊണ്ടുവരുന്നു. ആദ്യം ഇവിടെ ഒരു കേർവ് കാണിക്കുന്നുണ്ട്. ഈ കേർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴത്തെ ഈ ഒരു പോർഷനിൽ വന്ന് ഇടിച്ചിട്ട് തിരിച്ചു വരുന്ന വേവാണ്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഒരു ചെറിയൊരു കേർവ് ഉണ്ട്. ആ കേർവാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അങ്ങോട്ട് പോകാം. അതാണ് നമ്മുടെ ഡിസ്കണ്ടിന്യൂറ്റി. ലെവല് താത്തുന്നു. 15 ആണ് കേട്ടോ അതിൻ്റെ സൈസ്. ഓക്കെ, നമുക്ക് 15 അടുത്തൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് ടോപ്പിൽ മുട്ടിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. നമുക്ക് 15 അടുത്തൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ചെറിയ എററുണ്ട്, എങ്കിലും അത് ഏകദേശം കൃത്യമായ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ V1 ബ്ലോക്ക് വെച്ച് നമ്മൾ UT മെഷീൻ, അൾട്രാസോണിക് ഫ്ലോ ഡിറ്റക്ടർ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഫ്ലോ ഡിറ്റക്ടർ നോർമൽ പ്രോബിന് വേണ്ടി കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് V2 ബ്ലോക്ക് വെച്ചാണ് നമ്മൾ ആംഗിൾ പ്രോബ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിനുശേഷം നമുക്ക് ആംഗിൾ പ്രോബ് എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് ആംഗിൾ പ്രോബ്. 45 ഡിഗ്രി, 60 ഡിഗ്രി എന്ന് അങ്ങനെ പല ആംഗിളുകളിൽ നമ്മൾ പിന്നെ സ്പെഷ്യൽ പർപ്പസ് ആയിട്ട് കുറച്ച് ആംഗിളുകളിൽ നമുക്ക് ആംഗിൾ പ്രോബ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിന്ന് 45 ഡിഗ്രി ആംഗിൾ പ്രോബ് വെച്ച് നമുക്ക് V2 ബ്ലോക്ക് വെച്ച് നമ്മൾ നമ്മുടെ UT മെഷീൻ കാലിബ്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ V2 ബ്ലോക്ക് എടുക്കുകയാണ്. ഇതാണ് V2 ബ്ലോക്ക് എടുക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് മെഷീനിൽ കുറച്ച് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. നോർമൽ പ്രോബ് പോലെ തന്നെ ആംഗിൾ പ്രോബിനും നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഫസ്റ്റ് മെനു തൊട്ട് നമ്മൾ എല്ലാ മെനുവും ചെക്ക് ചെയ്ത് പോകുന്നു. ഫസ്റ്റ് മെനുവിലെ ഷിയർ വെലോസിറ്റിയിലേക്ക് മാറ്റുന്നു. ഇപ്പം നോർമൽ വെലോസിറ്റി ആയിരുന്നെങ്കിൽ അത് ഷിയർ വെലോസിറ്റി
ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് 3250 ആണ് നമ്മുടെ സ്റ്റീലിൻ്റെ ഷിയർ വെലോസിറ്റി 3250 ആണ്. അപ്പോൾ നമ്മൾ 3250 മാറ്റി. പിന്നെ 100 തിക്നെസ് കുഴപ്പമില്ല, നമുക്ക് റേഞ്ച് എത്രയും കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സെക്കൻഡ് മെനു, തേർഡ് മെനു, പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട മെനു ആംഗിൾ എന്ന് പറയുന്ന മെനു ആണ്. ആംഗിളിൽ നമുക്ക് ഇടേണ്ട 45 ഡിഗ്രി ആംഗിൾ പ്രോബ്ലം. 45 ഡിഗ്രി നമ്മൾ എടുത്തിരിക്കുന്ന 45 ഡിഗ്രി ആയതുകൊണ്ട് 45 ഡിഗ്രി ആക്കുന്നു. 40 വേഗത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. താഴത്തെ ഒരു സ്റ്റെപ്പ് ബട്ടണും കൂടെ ഞെക്കി പിടിച്ച് ഈ ബട്ടണിൽ ഞെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് അത് അങ്ങനെ. ഇനി നമുക്ക് V2 ബ്ലോക്ക് വെച്ച് ആംഗിൾ പ്രോബ് കാലിബ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ ഒരു സെൻറ്റർ, ഇവിടെ ഒരു 10 ഡിവിഷൻസ് ഉണ്ട്, ചെറിയ ഡിവിഷൻസ് ആണ്. ആ ഡിവിഷൻ്റെ സെൻറ്റർ പോർഷൻ തൊട്ട് ഇവിടം വരെ 50 ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഈ പോർഷൻ തൊട്ട് ഈ കർവേച്ചർ വരെ 25 ആണെന്ന് നമുക്കറിയാം. അപ്പം അത് ആ ഒരു രണ്ട് മെഷേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആംഗിൾ പ്രോബിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാലിബ്രേറ്റ് ചെയ്യാം. കപ്ലൻ്റ് ഒഴിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു എയർ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ്. രണ്ട് മീഡിയംസിനും ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ പിടിക്കുമ്പം എനിക്കൊരു കർവ് ഇവിടെ കിട്ടുന്നുണ്ട്. കുറച്ച് ഞാൻ dB കുറയ്ക്കുകയാണ് കേട്ടോ, ഗെയിൻ കുറയ്ക്കുകയാണ്, ഒരല്പം ഗെയിൻ കുറയ്ക്കുകയാണ്. അതിന് ഹൈറ്റ് ഒരുപാട് കൂടുതലായതുകൊണ്ട്. അപ്പോൾ എനിക്ക് അത്ര ഉയരമില്ലാത്തൊരു കർവ് കിട്ടി. ഇനി അതും ഉയരം അത്യാവശ്യം കൂടുതൽ കയറി പോകുന്നുണ്ട്. ഓക്കെ, ഒരു കർവ് കിട്ടി. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ 45 ഡിഗ്രി പ്രോബിനെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് അനക്കി ഇവിടെ വരുന്ന കർവിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എവിടെയാണോ വരുന്നത് അത് നമ്മൾ ലോക്ക് ചെയ്ത് പിടിക്കണം. ഇതാണ് അതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പൊസിഷൻ. അപ്പോൾ ഇങ്ങനൊരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുറുക്കെ പിടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻ ഏതാണെന്ന് നോക്കി വെച്ചിരിക്കണം. അതിനുശേഷം സെക്കൻഡ് മെനുവിൽ പോയി ഗേറ്റ് ഓൺ ആണ്, ഗേറ്റിനെ നമ്മൾ അതിൽ കൊണ്ടുവന്ന് മുട്ടിക്കണം. ഇതിൻ്റെ അകത്ത് SP സെൻറ്റ് പാത്ത് മാത്രമായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. സെൻറ്റ് പാത്താണ് നമുക്ക് ഈ കിട്ടുന്ന ഈ ഒരു ഡയറക്ഷൻ. അതുകൊണ്ട് സെൻറ്റ് പാത്ത് മാത്രം, ഈ ഡയറക്ഷനൊക്കെ സെൻറ്റ് പാത്ത് മാത്രമായിരിക്കും. ഇപ്പോൾ നമുക്ക് സെൻറ്റ് പാത്ത് കിട്ടുന്നത് 64 ആണ്, 64 കാണിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം, അതാണോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം. അത് തന്നെയാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്ന പൊസിഷൻ. അപ്പോൾ 63 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 63 കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ വരേണ്ടിയിരുന്നത് 50 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് മെനുവിൽ പോയി 0 കറക്റ്റ് ചെയ്ത് അതിനെ 50 ആക്കുവാണ്. 0 കറക്റ്റ് ചെയ്ത്
ഓക്കെ, നമ്മുടെ കർവ് ഒരല്പം പുറകോട്ട് മാറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന കർവ് അല്പം പുറകോട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഒരു പൊടിക്ക് പുറകോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 50യുടെ ലൈനിൻ്റെ അടുത്തെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് മെനുവിൽ പോയി ഗേറ്റ് കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. ഒരല്പം ഉയരത്തിലേക്ക് അതിനെ ഉയർത്തി കഴിയുമ്പോൾ 50.4 ആണ്. ഒരല്പം കൂടെ നീങ്ങാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മെനുവിൽ വീണ്ടും പോയി 0 കറക്റ്റ് ചെയ്ത് കൃത്യം 50 ആക്കി. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഏത് ലൈനിലായിരുന്നോ V1 ബ്ലോക്കിൽ അല്ല V2 ബ്ലോക്കിൽ നമ്മുടെ ആംഗിൾ പ്രോബ് കോയിൻസൈഡ് ചെയ്തിരുന്നത് ആ ലൈൻ ഏതാണോ ഇവിടെ എനിക്ക് 8ലാണ് കോയിൻസൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ആ 8 എന്ന് പറയുന്ന ലൈൻ കൃത്യമായിട്ട് തിരിച്ച് അതേ ലൈനിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ ആംഗിൾ പ്രോബ് നേരെ തിരിഞ്ഞു ഇങ്ങോട്ടായി, ഈ ഒരു ഡയറക്ഷനിലായി. ഇതുവരെ ആംഗിൾ പ്രോബ് ഇരുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരുന്നു. ഇനി ആംഗിൾ പ്രോബ് ഇരിക്കുന്നത് ഈ സൈഡിലേക്കാണ്. അപ്പോൾ 8 എന്ന് പറയുന്ന ലൈൻ കോയിൻസൈഡ് ചെയ്യുന്ന ലൈനിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? നമുക്ക് 25 കിട്ടണം. ഇപ്പോൾ 25 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആംഗിൾ പ്രോബ് കാലിബ്രേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് മെനുവിൽ പോണു, സ്റ്റാർട്ട് നാവിഗേറ്റ് ചെയ്യുന്നു. $24.4 ചെറിയൊരു എറർ മാത്രമേ ഉള്ളൂ, എങ്കിലും നമ്മുടെ മെഷീൻ കാലിബ്രേറ്റഡ് ആണ്. 24.4 ഒരു ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് നമുക്ക് കാണിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു വേരിയേഷൻ കാണിക്കും. 25 അടുത്തൊരു വാല്യൂ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 25 50 ഇത് രണ്ടും കിട്ടിയാൽ നമ്മുടെ ആംഗിൾ പ്രോബ് കാലിബ്രേറ്റഡ് ആണ്. ഇനി നമുക്കിത് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത V1 ബ്ലോക്കും V2 ബ്ലോക്കും വെച്ച് നമ്മുടെ UT മെഷീൻ, അതായത് അൾട്രാസോണിക് ഫ്ലോ ഡിറ്റക്ടർ കാലിബ്രേറ്റ് ചെയ്യുന്ന രീതികളാണ് നമ്മൾ കാണിച്ചത്. ഇങ്ങനെയാണ് അൾട്രാസോണിക് ഫ്ലോ ഡിറ്റക്ടർ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷമായിരിക്കും നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുന്നത്. കാലിബ്രേറ്റഡ് ആയ മെഷീൻ നമുക്ക് ഏത് സൈറ്റിലും അതാത് മെറ്റീരിയലിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും.